मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान आई है जो रात नशीली, इसकी हर एक बात नशीली, तू भी आकर ले नशा, दोनों की मुलाकात नशीली, नशे की ये बरसात। കാലമാണ് കണ്ണില്ലേ പടസോനെ. എന്ത് ഗിറ്റാറാ? ഒരു ഗിറ്റാർ വാങ്ങാനുള്ള ഭാഗ്യം എന്തേലില്ല. പ്രശ്നമൊന്നും വേണ്ട, നൈസ്നെസ് കൂട്ടാവാം. ഹലോ, അവിടെ തന്നെ കിടക്കാനാണ് ഉദ്ദേശം അതോ വല്ലതും പറ്റിയോ? ഏയ് ഒന്നും പറ്റിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി. വീണപ്പോൾ തലക്കെവിടോ കൊണ്ടെന്ന് തോന്നുന്നു. പഠിച്ചോനെ, അതിനകത്ത് ഗിറ്റാറിന് വല്ലതും പറ്റിക്കാണോ? ഇനി അതിന് കണക്ക് ചോദിച്ച് വരുമോ? ഒന്ന് ഉറപ്പ് വരുത്തിക്കളയാം. എന്നടാ ബാഗ്, ഗിറ്റാർ ഇതിലേക്ക് വെച്ചോ. ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാനിത് വീട്ടിലേക്ക് എടുക്കും. അപ്പോൾ ഇത് വന്ന ലാസ്റ്റ് ഡേ ആണല്ലേ? ഓക്കെ, ഇതിങ്ങനെ ഇവിടെ കൊണ്ടിട്ട് നടക്കൂല മോനെ. അത് കാലി ബാഗായിരുന്നോ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനായിട്ടൊന്ന് മുട്ടായിരുന്നു. നല്ലൊരു ചാൻസ് വെറുതെ പോയി. നീ ഇവിടെ എന്തെടുക്കുക? വാ ഇങ്ങോട്ട്. ഫസ്റ്റ് ഡേ തന്നെ നിൻ്റെ ഈ കോഴി സ്വഭാവം പുറത്തെടുക്കല്ലേ കേട്ടാ. എടി അടക്കാക്കുരുവി, എൻ്റെ പറയൽ കേട്ടാ തോന്നുമല്ലോ പുള്ളിക്കാരിക്ക് ഇതൊന്നും ശീലമില്ലെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിനെ എന്നെ അങ്ങനെ വിളിക്കില്ലെന്ന്. ഇനി വിളിച്ചാൽ നിൻ്റെ കണ്ണടിച്ച് ഞാൻ കലക്കും, കേട്ടല്ലോ? ഓ ശരി, വാ. അതെന്തായാലും ഒരു നഷ്ടക്കച്ചവടമായിപ്പോയി. ഇതെന്ത് പണ്ട് LKG പഠിക്കുമ്പോഴുള്ള ഏർപ്പാടാണ്. ഇതിനൊന്നും ഇപ്പോൾ ഒരു കുറവില്ലേ. ഫസ്റ്റ് ഡേ തന്നെ ഉറങ്ങണ്ടെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല. എടി എടി എടി, ഇന്ന് തന്നെ വേണ്ടടി. ദാ ചത്ത്. ഈ ക്യാൻറ്റീന് ലൈബ്രറി തുടങ്ങിയതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്പോട്ടാണ്. ഇക്കഴിഞ്ഞ 10-12 വർഷമായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു ശീലമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നീ ഇപ്പം അത്യാവശ്യത്തിന് വായിക്കുമല്ലോ, അങ്ങനെ നിൻ്റെ പേരിൽ ലൈബ്രറിയിലേക്ക് കയറാം. അതിൽ സൈലൻ്റായ ഒരു സ്ഥലം ഈ കോളേജിൽ വേറെ ഉണ്ടാവില്ല. നീ അത് പറഞ്ഞപ്പോഴേ പിന്നിൽ വല്ലതും കാണുമെന്ന് കരുതി. നോ അത്ഭുതം. നടക്കങ്ങോട്ട് കുരിപ്പേ. ഡിയർ ഫ്രഷേഴ്സ്, ഇന്ന് ആഫ്റ്റർനൂൺ ഹാഫ് ഡേ നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ പ്രോഗ്രാമാണ്. സീനിയേഴ്സിന് 4th സെം എക്സാം ആയതുകൊണ്ടാണ് പെട്ടെന്ന് നടത്തേണ്ടത്. സോ പറ്റുന്ന പോലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കോപ്പ്, ആ എക്സ്പെക്റ്റേഷനും പോയി കിട്ടി. വരണില്ലേ കൊച്ചേ? വേഗം കഴിച്ചിട്ട് പ്രോഗ്രാം കാണാൻ പോവാലോ. വരുന്നു. അപ്പോൾ പരിപാടി നമ്മുടെ മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡാ ബൈ, വേഗം വാ. ദാ വരുന്നു. प्रेमिका ने प्यार से जो भी दे दिया, तेरे वास्ते है नीलम जैसा। प्रेमिका ने प्यार से जो भी छू लिया, तेरे वास्ते है सोने जैसा। प्रेमिका को तीर्थ मानो, प्यार को भी स्वर्ग जानो। प्यार के संगीत में मोहिनी सुरागिनी, प्यार के संगीत में. ഇതെന്ത് ശോകാണ് ഈ ചെങ്ങനെ. ഞാനിന്ന് അടുത്ത ഞാൻ പാടാം. जंगल में आज मंगल करूंगी, भूखे शेरों से खेलूंगी मैं, मक्खन जैसी हथेली पे चलते अंगारे ले लूंगी मैं। हाय गहरे पानी की मछली हूँ, राजा घाट घाट दरिया में घूमी हूँ मैं, तेरी नजरों की लहरों से हार के आज डूबी हूँ मैं। हाय चांदनी वो जलवा है, देखने में हलवा है, चांदनी वो जलवा है, देखने में हलवा है, प्यार से परोस दूंगी टूट भी सदा। ये है तो ट्रेलर है, पूरी फिल्म दिखाने आई,
അത് കൊള്ളായിരുന്നു, നന്നായിട്ട് പാടി. താങ്ക്സ്, എനിക്കറിയായിരുന്നു, പിന്നെ ചുമ്മാ ചോദിച്ചതാ. ചേട്ടോ, ഒരു ചായ. ചേട്ടോ, കടുപ്പ കുറച്ച് ഒന്നൂടെ. ചായ കിട്ടിയില്ലേ മോനെ? ആ, പറഞ്ഞിട്ടുണ്ട്. ഡാ, ഇവിടുത്തെ ഫാൻ വല്ലതും കേടായോ? എന്തേ നീ അങ്ങനെ ചോദിച്ചേ? എടാ, വല്ലാത്തൊരു സൗണ്ട്. ഇവിടെ ഇരിക്കുന്ന അത്ര ഭംഗിയെല്ലാം തോന്നുന്നു. വാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കുക. ഓ, അതാ അവിടെ ഒരു പോത്ത് കിടക്കണ കണ്ട? ആ സാധനത്തിന്റെ കൂർക്കം വലിയാണത് മോനെ. എന്ത്, അവൻ വന്നില്ലേ? എത്ര നേരമായി വെയിറ്റ് ആക്കുന്നു. അവർ വരികയും ചെയ്ത് ബുക്ക് എടുത്ത് ഒരു മണിക്കൂർ ഇവിടെ ഇരുന്ന് വായിക്കുകയും ചെയ്ത്, എന്നിട്ട് ബുക്കും കൊണ്ട് അവരെ പോവുകയും ചെയ്തു. പോയോ? എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാഞ്ഞ്? യു ബ്ലഡി ചീറ്റ്. നീ മിണ്ടാതിരി. ഒരു 4 പേജും കൂടി ഈ ബുക്ക് കഴിഞ്ഞ്. ഞാൻ ഉറങ്ങണതും കണ്ടു കാണൂ. യവൻ മാത്രമല്ല, ഇവിടെയുള്ള സകലവരും കണ്ടിട്ടുണ്ട്. സബാഷ്, തൃപ്തിയായിരിക്കുന്നു. എന്നെക്കൊണ്ട് എന്ത് വിചാരിച്ച് കാണോ എന്തോ. എന്താ നിന്റെ ഉദ്ദേശം? കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നത്. നിനക്കെന്താ ഇവനെ കാണുമ്പോൾ ഒരു ഇളക്കം? ദുരുദ്ദേശമൊന്നുമല്ല, അവൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇവനെ കണ്ടപ്പോൾ അത് ഉള്ളതാണെന്ന് തോന്നിപ്പോന്നു. അവനെ കാണുമ്പോഴില്ലേ, എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്ന, ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തോ അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക. ഒന്നുമില്ലെങ്കിലോ അവൻ്റെ ചുറ്റിൽ എവിടെയെങ്കിലും കൊണ്ടെന്ന് അറിയുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുവാടി. എന്നിട്ട് പിന്നെ അവനിങ്ങനെ ഗിറ്റാർ എടുത്ത് വെച്ച് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ നീ? അതും പറഞ്ഞിട്ട് അവൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു എന്ത് രസാണോ? അതും പോരായിട്ട് ആ പാട്ടും കേട്ട് കണ്ണടച്ചാൽ അവനെ മുന്നിൽ കാണാടി. അത് നമ്മൾ രണ്ടുപേരും ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെ കാണാം. അത് വേറൊന്നുമല്ല, അത് അധികം FF വായിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. നീ ബേട്ടി, അവനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. പക്ഷെ അടുത്ത് കണ്ട ഒന്നും പറയാൻ കിട്ടത്തില്ല. പോനങ്ങിട്ട് ഹാർട്ട് ഇടിച്ചിടിച്ച് പുറത്ത് ചാടണ പോലെ തോന്നുക. ഇതിനൊക്കെ കൂട്ടി ഞാനങ്ങ് പ്രണയെന്ന് വിളിക്കാമെന്ന് വിചാരിച്ച്. അത്രക്ക് വേണോ ഒരു ക്രഷിലൊതുക്കി കൂടെ? ഇല്ല, ഇത് അതൊക്കെ ലേശം മേലെയാ. ഇതിങ്ങനൊന്നും പറഞ്ഞവതരിക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞേ. വാ, ഇതെവിടെ എത്തുവോ കണ്ടറിയാം. ഒന്ന് പേടിയായിരുന്നു. മതി, ഇനി അധികം പറയണ്ട. ഇപ്പൊ തന്നെ ചുവന്നു തൊടുത്തിന്. അപ്പൊ എന്താന്നാല്, ആസിഡും കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ആസിഡും മാഗ്നീഷ്യവും തമ്മിൽ ആരുടെ ഫോണത്? സാർ, അത് പിന്നെ. ഓ, താനായിരുന്നു. തനിക്കെന്താ ക്ലാസ്സിൽ കയറുമ്പോൾ ഫോൺ ഓഫ് ചെയ്യണമെന്ന് അറിയത്തില്ലേ? പഠിക്കാനോ കൊള്ളത്തില്ല. താൻ എനിക്ക് കുറച്ച് നേരം പുറത്ത് നിൽക്കുക. ഗെറ്റ് ഔട്ട്. താങ്ക് യു സാർ. അങ്ങനത്തെ വർത്താനം കേട്ടപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ തന്നെയാണ്. എടി ഞാൻ ക്യാൻറ്റീനിൽ. എന്തോന്ന്? എടി ക്യാൻറ്റീന് അവിടെ കാണൂന്ന്. എന്തോന്ന്? എടി ഒന്നും കേൾക്കുന്നില്ല. നന്ദന, താൻ എന്താ ചെയ്യുന്നേ? താനിങ്ങനെ ജനാലിനുള്ളിലൂടെ സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. താനും പുറത്തോട്ട് കൂടും. അതല്ല സാർ, സോറി. I said get out. താങ്ക് യു സാർ. ക്യാൻറ്റീൻ എന്ന് കേട്ടപ്പോൾ നീ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വരുന്നു ഞാൻ കരുതിയില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ, ചൂടാലേ. വാ, നമുക്ക് തണുത്ത വല്ലതും കഴിക്കാം. ഇത് ഗാലറി ഫുള്ള് ഇവൻ മാത്രമേ ഉള്ളൂല്ലോ.
അവനോട് പറയുന്നില്ലേ? സമയം ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുവല്ലേ. നീ ഇനി അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട. നീ ഇത് ഇന്ന് തന്നെ പോയി പറയണം. ഇന്നോ? പെട്ടെന്ന് എങ്ങനെയാ? എന്ത് പെട്ടെന്ന്? ഇതിപ്പോ തുടങ്ങിയിട്ട് 1-2 മാസമായല്ലോ. അത് പിന്നെ ഒരു പിന്നെയില്ല. നീ പോകുന്നു, പറയുന്നു. ഹായ് ആപ്പിയേട്ടാ. ഓ ഹായ്, എന്തൊക്കെയുണ്ട്? എന്ത് ഇങ്ങനെ പോന്നു? ഈ ഇടയ്ക്ക് പ്രോഗ്രാം വല്ലതും ഉണ്ടോ? ആ ഉണ്ട്. എങ്ങനെ മനസ്സിലായി? അത് ഈ ഗിറ്റാർ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ കാണാം. എടാ അബേ, അനു പോയടാ. അവക്ക് വയ്യ പോലു. നീ ഇനി വേറെ ആരെങ്കിലും കിട്ടുമോ നോക്ക്. പക്ഷേ കഷ്ടായിപ്പോയി. ഇതിപ്പോ അവസാന നിമിഷം ഞാനിത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? എന്തു പറ്റി? ഓ അതോ, അവക്ക് പാടാൻ ബുദ്ധിമുട്ട് പോലോ. ഫീമെയിൽ വോയിസ് ആയിട്ട് ഓളേ ഉണ്ടായി. ആ, നീ പാടില്ലേ? നീ മതി, നീ ഫിക്സ്. ഞാനോ? നിങ്ങളുടെ പ്രോഗ്രാമിനോ? അതേനെ, സംഭവമൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. നീ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. ശരി, ഞാൻ ശ്രമിക്കാം. ഓയ്, പോയ കാര്യം എന്തായി? അവൻ ഓക്കെ പറഞ്ഞോ? നീ അങ്ങോട്ട് മാറിയെന്നേ. എനിക്ക് കുറേ പഠിച്ചു തീർക്കാനുണ്ട്. പഠിക്കാനാ? ഇന്നലെ വരെ ബിങ്കോ വെട്ടാനല്ലാതെ നീ ബുക്ക് തുറന്നിട്ടില്ലല്ലോ. പെട്ടെന്ന് എന്താ ഒരു മാനസാന്തരം? അയ്യേ, അതിനാര് സിലബസ് പഠിക്കണേ? ഒരു കോൺസേർട്ട് ഉണ്ട്. സോ ഗസ് വാട്ട്? ആങ്കറാണോ നീ? ശേ, കഷ്ടം. ആങ്കർ ടു ഞാൻ ഫീമെയിൽ മെയിൻ വോയിസ് ലീഡാണ്. അതും മിസ്റ്റർ അഭയ് കൃഷ്ണയുടെ ഗ്രൂപ്പിൽ. വാ, അതെങ്ങനെ ഒപ്പിച്ചെടുത്ത നീ? അതൊക്കെ ഈ ഗംഗയുടെ ഒരു കഴിവാ. നീ മാറിക്കേ, എനിക്ക് കുറേ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പോയത് പ്രപ്പോസ് ചെയ്യാൻ, എന്നിട്ടോ നല്ല പണിയും മേടിച്ചിട്ട് അന്തസ്സോടെ വന്നിരിക്കുന്നു. കലക്കി കേട്ടോ, അടിപൊളിയായിനെ. തന്നെ സമ്മതിച്ചിരിക്കുന്നു. 2 ദിവസം കൊണ്ട് താനത് മൊത്തം പഠിച്ചില്ലേ? ഓ, താങ്ക് യു. ആ, ഈ മെഡിക്ക് പഠിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ നാളെ വല്ലയിടത്തും ജോലിക്ക് കയറായിരുന്നു. എന്ത് പറയാനാ, ഇപ്പോഴത്തെ കാലത്ത് എന്ത് കാട്ടിയാലും പാഷനല്ലേ, പാഷൻ. എടി, ഇപ്പോഴേലും പറ, നല്ല ചാൻസ് ആണ്. ഓടി, ഞാൻ പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതെ അഭയേട്ടാ. ആ, എന്തായിരുന്നു ഗംഗേ? അത് പിന്നെ ഇനിയും പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാനിന്ന് ശരിക്കും എൻജോയ് ചെയ്തു. ഓ അതിനെന്താ, ഞാൻ അറിയിക്കാം.